മത്സരത്തിൽ ഉറപ്പായിട്ടും ഞാൻ ജയിച്ചിരിക്കും. സ്വന്തം അച്ഛന്റെ വാക്കിന് വില തരാത്ത അസത്തെ ഞാൻ എന്താ ഇത്? അവളെ അടിക്കരുത്. വെല്ലുവിഞ്ഞപ്പോഴാ വന്നേ? കല്യാണിയെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. വെല്ലുവിഞ്ഞ് ഈ മത്സരത്തിൽ ഇവിടെ പങ്കെടുത്ത് ജയിച്ചാൽ അത് തീരെ കളങ്കാവും. വിലാസിനി മേഡാടൊക്കെ എല്ലാരും പഴി പറയും. ദാസേട്ടാ, കല്യാണി ദാസേട്ടന്റെ മകള് മാത്രമല്ല, അവളെന്റെ കല്യാണി എന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാ. ഈ മത്സരത്തിൽ എന്റെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ തോറ്റുപോയാ അത് എന്റെ കമ്പനിയുടെ തോൽവിയാ. കമ്പനി തോറ്റ അത് എന്റെ തോൽവിയല്ലേ ദാസേട്ടാ? ഞാൻ തോൽക്കുന്നതാണോ ദാസേട്ടന്റെ സന്തോഷം? അതൊരിക്കലും ആവില്ലെന്ന് എനിക്കറിയാം. ഞാൻ തോക്കാതിരിക്കാനാ കല്യാണിക്ക് മത്സരത്തിൽ ജയിക്കുമെന്ന് സത്യം ചെയ്തു തരേണ്ടി വന്നത്. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാസേട്ടന്റെ രക്തമല്ലേ അവള്. എനിക്ക് അവളിലുള്ള വിശ്വാസം അവളും തിരികെ കാണിച്ചു, അത്രേ ഉള്ളൂ. അതിന് ദാസേട്ടൻ അവളോട് ദേഷ്യപ്പെട്ടത് ശരിയായില്ല. കല്യാണി മത്സരത്തിൽ പങ്കെടുക്കട്ടെ, റിസൾട്ട് പിന്നെയല്ലേ. പിന്നെ ഇളയമയെക്കുറിച്ച് എന്നെക്കാൾ നന്നായിട്ട് ദാസേട്ടൻ അറിയാലോ. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ജന്മം. അതുകൊണ്ട് തന്നെ ഇളയമയുടെ വാക്കിന് അർഹിക്കുന്ന വില കൊടുത്താൽ മതി. പോട്ടെ. അത് ആദ്യം അമ്മ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞതൊക്കെ 100% ശരിയായിരുന്നു എന്ന്. മോളെ, ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാ. നീ തൃച്ചംബരം എന്ന് പറഞ്ഞ ആത്മാർത്ഥത കൂടുതൽ കാണിച്ചപ്പോഴും ഈ ഒരു വിളി അമ്മ പ്രതീക്ഷിച്ചതാ. ദേ, ഒരു കാര്യം പറയാം, അരവിന്ദിന്റെ യോഗ്യത കണ്ടിട്ടൊന്നുമല്ല, മറിച്ച് തൃച്ചംബരത്തെ ആ അളവില്ലാത്ത സമ്പത്ത് കണ്ടിട്ട് തന്നെയാ ഈ മഹേശ്വരി നിന്നെ അങ്ങോട്ട് കെട്ടിച്ചയച്ചത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ കൈപ്പിടിയിൽ ഒതുങ്ങി വരുമായിരുന്നു, അതിന്റെ ഇടയിലാ. ദേ നന്ദന്, ഇനി ഒരു കാരണവശാലും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD സ്ഥാനം ആനന്ദിന് തിരികെ പോകാൻ പാടില്ല. നന്ദനെ നിനക്കറിയാലോ, എന്തൊക്കെ തന്ത്രങ്ങളും അടവുകളും പയറ്റിയാണ് അരവിന്ദിന്റെ മനസ്സിൽ സ്ഥാനമുണ്ടാക്കി ഈ കല്യാണം നടത്തിയതെന്ന്. അതൊക്കെ മറന്നുപോയോ നീ? അതൊക്കെ പണ്ട്. പിന്നീട് അങ്ങോട്ട് അരവിന്ദ് എനിക്ക് എന്റെ ജീവനായിരുന്നു അമ്മേ. അതെ, അങ്ങനെ തന്നെ വേണം മോളെ. ഭാര്യയും ഭർത്താവും ആവുമ്പോ പരസ്പരം ജീവനെ പോലെ സ്നേഹിക്കണം. പക്ഷേ ഭർത്താവ് വെറുമൊരു ഓട്ടക്കാലനെ ആവണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ മോളെ. ഒരിക്കലും ഇല്ല അമ്മേ. അരവിന്ദ് അങ്ങനെ ഒരു ഓട്ടക്കാലനെ ആവാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ പേരിലുള്ള കമ്പനികളിൽ അരവിന്ദിനെ MD ആക്കിയാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. അമ്മ എന്ത് പറയുന്നു? അയ്യോ മോളെ, നീ അബദ്ധമൊന്നും കാണിക്കരുത്. ആനന്ദ് ഗ്രൂപ്പ് ഒരു വൻ കടലും നമ്മള് വെറും ഒരു തടാകവുമാണെന്ന് നീ മറക്കരുത്. ആ വൻകടലിന്റെ അടിത്തട്ടിലുള്ള മുത്തുകളും പവിഴങ്ങളും ഒക്കെ നീ സ്വന്തമാക്കണം.
അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതായി തീരണം. അതിനാദ്യം തൃച്ചംബരത്ത് നിന്റെ തിരുവായ്ക്ക് എതിർവായി ഉണ്ടാകരുത്. അഖില കഴിഞ്ഞാൽ അവസാനത്തെ വാക്ക് നിന്റേതായിരിക്കണം. തൃച്ചംബരത്തെ മൂത്ത മരുമകളല്ലെങ്കിലും ഈ തൃച്ചംബരത്ത് വലതുകാൽ വെച്ചു കയറിയ ആദ്യത്തെ മരുമകളാ ഞാൻ. അരവിന്ദിന്റെ അവകാശങ്ങളും അധികാരങ്ങളും ഞാനേതായാലും ആർക്കും തീരെഴുതി കൊടുക്കില്ല. അങ്ങനെ അമ്മ ഭയക്കൊന്നും വേണ്ട. ഇതെന്താ രാത്രി മഞ്ഞത്ത് നിന്നൊരു ഫോൺ വിളി? അപ്പൊ ഉള്ളിലൊരു തീ കത്തുന്നുണ്ടാവണല്ലോ. ആ, ഏതായാലും നോക്കിക്കളയാം. അമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ആരെങ്കിലും വന്നോ? ആ വിലാസിനി ആവും. അതെ, ഞാൻ വിളിക്കാം അമ്മേ. എന്തു പറ്റി നന്ദനെ? ഡിസ്റ്റർബ് ആയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല ആന്റി. അമ്മയായിരുന്നു. ഇപ്പൊ ഒരു ടൂറ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ. അതെ അതെ, മക്കളുടെ നെഞ്ചു പിടഞ്ഞ ആദ്യം തിരിച്ചറിയുന്നത് പെറ്റ വയറ് തന്നെയാ. ആന്റി എന്താ ഉദ്ദേശിക്കുന്നത്? അത് കുറച്ചൊക്കെ ഞാനും കേട്ടു. തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണൻ MD സ്ഥാനത്ത് നിന്ന് തെറിക്കാൻ പോകുന്നു. അപ്പൊ വീണ്ടും ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവന്റെ ഭാര്യയായി കഴിയേണ്ടി വരും നിനക്കിവിടെ. ആ ഭയം ഇപ്പോഴേ നിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. ഏതായാലും അധികം വൈകാതെ തൃച്ചംബരത്തേക്കൊരു മൂത്ത മരുമകൾ വരുമെന്ന കാര്യം ഉറപ്പായി. അത് ഗംഗയാണോ ആ അടുക്കളക്കാരി കല്യാണിയാണോ എന്ന് കാലം തെളിയിച്ചാ മാത്രം മതി. ആരായാലും അവളുടെ കണ്ണിൽ നീ ആനന്ദിന്റെ അധ്വാനത്തിന്റെ പങ്ക് കവർന്നെടുത്ത് ജീവിക്കുന്ന തൃച്ചംബരത്തെ വെറുമൊരു ഇത്തിൾ കണ്ണി മാത്രമായിരിക്കും. നാൾക്ക് നാൾ നിന്നോടുള്ള പുച്ഛം അവളുടെ വാക്കിലും നോക്കിലും പ്രതിഫലിക്കുകയും ചെയ്യും. ആന്റി, അതേ നന്ദനെ, പച്ചയായിട്ട് പറഞ്ഞ നീ തൃച്ചംബരത്ത് പുതിയൊരു വിലാസിനിയായിട്ട് പുനർജനിക്കും. അങ്ങനെ സംഭവിക്കണ്ട എങ്കിൽ മൂത്ത മരുമകൾ തൃച്ചംബരത്ത് കാലെടുത്ത് വെക്കും മുന്നേ എന്ത് മാർഗം പ്രയോഗിച്ചും അരവിന്ദിന്റെ MD സ്ഥാനം എന്നേക്കുമായി ഉറപ്പിച്ചിരിക്കണം. ഏതായാലും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് ആന്റി. ഒന്നുകിൽ തൃച്ചംബരത്ത് അർഹതപ്പെട്ട സ്ഥാനം, അല്ലെങ്കിൽ അത് വഴിയെ കാണാം. ഓക്കെ, വെയിറ്റ് ആൻഡ് വാച്ച്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിനക്കിതെന്ത് പറ്റി? ഇന്നലെ വരെ പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ. ഇനി ദാസേട്ടൻ തലക്കെങ്ങനെ അടിച്ചോ? അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. കല്യാണിക്ക് രണ്ടാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി സെലക്ഷൻ ആയപ്പോ പോലും ഞാൻ നിന്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലല്ലോ. മോനെ, അത് പ്രിലിമിനറി എക്സാമിന്റെ റിസൾട്ട് അല്ലേ? ഇപ്പോ ഫൈനൽ റിസൾട്ട് വന്നതിന്റെ ഹാപ്പിയാ. കല്യാണി പാസ്സായി മോനെ. ഇതെന്തോ വലിയ തകരാറ് പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും. ഫൈനൽ റിസൾട്ടിൽ കല്യാണി ജയിച്ചു പോലും. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത്. രാത്രി ഉറക്കമില്ലാതെ ഫോൺ വിളിക്കുമ്പോഴേ എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എടാ, ആദ്യം നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അത് കേൾക്കുമ്പോ നിന്റെ ഈ കൺഫ്യൂഷനൊക്കെ പൊയ്ക്കോളും. ഞാൻ ഔട്ട് ഹൗസിലേക്ക് പോയപ്പോ ദാസേട്ടൻ കല്യാണിയോട് ഈ മത്സരത്തിൽ ജയിക്കില്ല എന്ന് സത്യം ചെയ്തു തരാൻ പറയായിരുന്നു. ഈ ദാസേട്ടൻ ഇത് എന്തിന്റെ കേടാ?
പാവം കല്യാണി ഈ മത്സരത്തിൽ എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് വിചാരിക്കുമ്പോ ദാസേട്ടൻ ചെയ്ത് വളരെ മോശമായി പോയി. ആ, എന്നാ നീ ബാക്കി കൂടി കേൾക്ക്. കല്യാണി അവളുടെ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് ഈ മത്സരത്തിൽ എന്ത് വില കൊടുത്തും ജയിക്കുമെന്ന് സത്യം ചെയ്തു കൊടുത്തു. കല്യാണി അങ്ങനെ ചെയ്തോ? സൂപ്പർ. കല്യാണിയെ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് വിശ്വാസമായി. അവൾ ഈ മത്സരം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജയിച്ചിരിക്കും. കറക്റ്റ്. എനിക്കും വിശ്വാസമുണ്ട്. കല്യാണി ജീവൻ കൊടുത്തും ഈ മത്സരം ജയിച്ചിരിക്കും. എനിക്ക് തന്നെ ഇത്രയും സന്തോഷം തോന്നുമ്പോ നിന്റെ മനസ്സിൽ എത്രത്തോളം സന്തോഷം കാണുമെന്ന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഇപ്പോഴാ നിന്റെ ഹാലിളക്കത്തിന്റെ കാര്യം മനസ്സിലായത്. കല്യാണി ആയിരിക്കും. വിളിക്ക്. നീ പൊളിക്കും മച്ചു. മച്ചു, അവള് ഫോൺ എടുക്കുന്നില്ല. നീ ചെന്ന് അവളെ കൊണ്ടൊരു പുതിനെട്ടി ഉണ്ടാക്കിച്ചോണ്ടോ ചെല്ല. ഞാനോ? എനിക്കൊന്നും പറ്റില്ല. എടാ, നീ ഹംസദൂതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ, അത് പോട്ടെ. ലങ്കയിൽ പോയ ഹനുമാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എടാ, നീ ആ പരമ്പരയിൽപ്പെട്ടതാ. പോയിട്ട് വാ. നിനക്കിപ്പോ കല്യാണി കൊണ്ടൊരു പുതിനെട്ടി ഉണ്ടാക്കിച്ചു കൊണ്ടുവരണം. അത്രയല്ലേ ഉള്ളൂ. അതിന് ഹനുമാൻ എന്നൊക്കെ പറയുന്നത് എന്തിനാ? ദൈവകോപം കിട്ടും, പറഞ്ഞേക്കാം. കല്യാണി, ദേ നിന്നെ നിന്റെ കെട്ടിയം വിളിക്കുന്നു. വേഗം വരൂ. കല്യാണിക്ക് എന്ത് പറ്റി? നീ എന്തിനാ കരയുന്നത്? കല്യാണി, നിനക്കത് എന്താ പറ്റിയത്? നീ എന്തിനാ കരയുന്നേ? ദേ, നീ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ സത്യം ചെയ്തറിഞ്ഞ് ആനന്ദോടെ സന്തോഷിച്ചിരിക്കുക. അതിനിടയില് നീ എന്താ ഇങ്ങനെ? ദേ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തുറന്നു പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആനന്ദ് നിന്നെ ഫോൺ വിളിച്ചിട്ട് നീ അറ്റൻഡ് ചെയ്യുന്നില്ല. അതിന്റെ കാര്യം അറിയാനാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. മാത്രമല്ല, അവനൊരു പുതിനട്ടി വേണോന്ന് പറഞ്ഞു. നീ ഇവിടെ കരച്ചിലോട് കരച്ചില്. എന്ന കാര്യം പറയോ? അതുമില്ല. കല്യാണി, ഞാൻ കുറെ നേരമായിട്ട് ചോദിക്കുന്നില്ലേ, നീ ഒന്നും പറയാതെ ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നാലോ? കാര്യം എന്താണെന്ന് പറയ് കല്യാണി, പ്ലീസ്. പറയുന്ന ഒരു കോളുമില്ല. ആനന്ദിനോട് ചെന്ന് കാര്യം പറയുന്നത് നല്ലത്. പോയിട്ട് എത്ര നേരമായി? ഇവനെ കാണുന്നില്ലല്ലോ. ഒരു പുതിനെട്ടി കൊണ്ടുവരാൻ ഇത്രയും സമയം? അവനും ഫോൺ എടുക്കുന്നില്ലല്ലോ. ആനന്ദ്, കൊള്ളാം. ഇത്രയും നേരം കളഞ്ഞിട്ട് വെറും കൈയോടെ വരുന്നു.
പുതിനെട്ടി എവിടെ? അത് പറയാൻ ഔട്ട് ഹൗസിലേക്ക് പോയപ്പോ കല്യാണി അവിടെ കരച്ചിലോട് കരച്ചില്. കരച്ചിലോ? എന്തിനാ കരയുന്നെന്ന് ചോദിച്ചില്ലേ നീ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറ. എന്തിനാ കരയുന്നെന്ന് ഞാൻ ചോദിച്ചു. 1-2 പ്രാവശ്യമല്ല, ഒരു 100 പ്രാവശ്യമെങ്കിലും ചോദിച്ചു കാണും. ഒരു മറുപടിയില്ല. അപ്പോഴും കരച്ചിലോട് കരച്ചില്. അപ്പൊ നീ അതും കണ്ടോണ്ടെങ്കിൽ പോകുന്നല്ലേ? കഷ്ടം. കല്യാണി എത്ര ധൈര്യത്തോടെ ദാസേട്ടന്റെ മുന്നിൽ നിന്ന് സത്യം ചെയ്തത്? പിന്നെ ഇപ്പൊ ഈ കിടന്ന് കരയുന്നതിന്റെ കാര്യം എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആനന്ദ്, ഞാൻ ചോദിച്ചിട്ട് കല്യാണി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? പറഞ്ഞാലേ അറിയാൻ പറ്റൂ. എന്തെങ്കിലും ഒന്ന് പറയൂന്ന് കരുതി ഈ സമയം വരെ ഞാൻ അവിടെ നിന്നു. അതാ ഇത്ര ലേറ്റ് ആയത്. എന്താ കാര്യം അറിയാൻ വയ്യല്ലോ. നീ ഒരു കാര്യം ചെയ്യ, ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അതാ നല്ലത്. ചിലപ്പോ എന്നോട് പറയാൻ താല്പര്യമില്ലാത്ത, പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും വിഷയമായിരിക്കും. ഏതായാലും നീ വേഗം പോയിട്ട് വാ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി, ആദ്യം നീ നിന്റെ ഫോണൊന്ന് ഓണാക്കി വെക്കുക, ഞാൻ പോയിട്ട് വരാം. ഓ സൈലന്റ് ആയിരുന്നു. അതാ ഒരുപാട് പേര് വിളിച്ചിരിക്കുന്നല്ലോ. ആനന്ദ് എന്തിനാ ഔട്ട് ഹൗസിലേക്ക് പോകുന്നത്? ഏതായാലും വെറുതെ ആവില്ല, പോയി നോക്കാം. കല്യാണി, എന്തു പറ്റി കല്യാണി? നീ എന്തിനാ കരയുന്നത്? കാര്യം പറ കല്യാണി. സുബ്ര ചോദിച്ചിട്ട് നീ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞല്ലോ. എന്താ കാര്യം? എന്നോട് പറഞ്ഞൂടെ? എന്താ, ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം മത്സരത്തിൽ ജയിച്ചിരിക്കുമെന്ന് സത്യം ചെയ്തതിന് ദാസേട്ടൻ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല. പിന്നെ എന്തിനാ ഈ കരച്ചില്? ഈ കണ്ണ് നിറയുന്നത് എനിക്ക് സഹിക്കില്ലെന്ന് നിനക്ക് അറിയാവുന്നല്ലേ? അത് വല്യുഞ്ഞേ, ഞാനൊരു വാശിക്ക് മത്സരം ജയിക്കുമെന്ന് സത്യം ചെയ്തു. പക്ഷേ ഇപ്പൊ ആലോചിക്കുമ്പോ എന്തോ പേടിയാവണു എനിക്ക്. വല്യുഞ്ഞ് പറഞ്ഞില്ലേ, ഞാൻ പരാജയപ്പെട്ട അത് കമ്പനിയുടെ പരാജയമാണെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് വല്യുഞ്ഞിന്റെ പരാജയമായിരിക്കുമെന്നും. എന്റെ വല്യുഞ്ഞ് ഞാൻ കാരണം പരാജയപ്പെടുമല്ലോ എന്ന് ഓർത്തപ്പോ ഇതാണോ കാര്യം? മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വല്യുഞ്ഞിന് ഇതൊക്കെ ചെറിയ കാര്യമായിരിക്കും. മത്സരം എന്താണെന്നും ഇനി ഏതൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടി വരുമെന്നും ആലോചിക്കുമ്പോ സത്യമായിട്ടും എനിക്ക് പേടിയാവുന്നുണ്ട് വല്യുഞ്ഞെ. ഈ മത്സരത്തിൽ ഞാൻ തോറ്റുപോയ പിന്നെ കല്യാണിക്കൊരു ജീവിതമില്ല. കല്യാണി, നീ എന്താ ഇങ്ങനെ? പ്രിലിമിനറി എക്സാമിന് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് വായിച്ചെങ്ങനെ മനസ്സിലാക്കുമെന്നൊക്കെ ഭയന്നിട്ട് അവസാനം എന്തായി? എല്ലാ കടമ്പകളും മറികടന്ന് നീ ജയിച്ചു വന്നില്ലേ? അതുപോലെ ഇതും ജയിക്കും. നിനക്ക് ഒട്ടും പരിചയമില്ലാത്ത എന്തെങ്കിലും മത്സര ഇനങ്ങളിൽ ഉണ്ടാവുന്നല്ലേ നിന്റെ ഭയം? അതെ വല്യുഞ്ഞെ, അതാ എന്റെ ഭയം. നീ ഭയക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഈ പ്രസംഗവും പാട്ടും ക്യുസും ഒക്കെ സാധാരണ ഉണ്ടാവുന്നത്. ആദ്യം വേണ്ടത് ഏത് പരീക്ഷണങ്ങളെ നേരിടാനുള്ള ആത്മധൈര്യമാണ്. ഇതൊക്കെ ഉള്ളുവെങ്കിൽ വല്യുഞ്ഞ് എനിക്ക് പരിശീലനം തരുമെന്ന് എനിക്കറിയാം. പണ്ട് ലളിതഗാനത്തിന് ഞാൻ ഒരുപാട് പ്രൈസ് വാങ്ങിയിട്ടുള്ളതാ. ആഹാ. സ്കൂളില് പ്രസംഗ മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട്.
അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഇനി എന്താ ഒരു പക്ഷേ? ഈ ഡാൻസ് മത്സരം ഒന്നും കാണില്ലല്ലോ വല്യുഞ്ഞെ. ഇത്രയും നാളുകളായിട്ട് നടന്നു വന്ന കോമ്പറ്റീഷൻസിലൊന്നും ഇതുവരെ ഡാൻസ് മത്സരം വന്നിട്ടില്ല. അല്ല, അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അത് എനിക്ക് ഡാൻസ് അറിയില്ല. പണ്ടേ ഈ ഡാൻസ് എന്ന് കേട്ടാ എനിക്ക് പേടിയാ. ഡാൻസ് കളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല വല്യുഞ്ഞെ. ഇത്രേ ഉള്ളൂ. ഡാൻസ് ഉറപ്പായിട്ടും ഉണ്ടാവില്ല. നിനക്ക് ഡാൻസ് പേടിയല്ലേ? ഇതറിഞ്ഞാ മതി എനിക്ക്. സമാധാനമായി. നീ അനുഭവിക്കാൻ പോകുവടി.